ദിലീപ് വിഷയത്തിൽ പേജ് 1055 പ്രോസിക്യൂഷൻ പറയുന്നു, ദിലീപ് 15 മുതൽ 22 വരെ അൻവർ ഹോസ്പിറ്റൽ ആലുവയിൽ കിടന്നിരുന്നില്ല. സത്യത്തിൽ ഈ കിടന്നേക്കുന്ന ഈ രേഖകൾ ഫേക്കാണ്. കിടന്നു എന്ന് പറഞ്ഞാൽ ഒരു രേഖ കൊണ്ടുവന്നു, ഈ രേഖ ഫേക്കാണ്, അവൻ അവിടെ കിടന്നിട്ടില്ല, ആ ഡേറ്റിൽ ഞാൻ ഈ ഏരിയയിലേ ഉണ്ടായില്ല, ഞാൻ വയ്യാണ്ട് കിടക്കുകയായിരുന്നേ എന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. ആ ഒരു രീതിയിൽ ഇവർ വാദിച്ചു. ഇപ്പൊ ഡിഫൻസ് വക്കീൽ പറഞ്ഞു, ഞങ്ങൾ ആശുപത്രി കിടന്നു ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾ വാദിച്ചിട്ടുമില്ല, ഞങ്ങൾ രേഖകൾ സമർപ്പിച്ചിട്ടില്ല. കാരണം എന്റെ കക്ഷി രാംലീലയുടെ ഷൂട്ടിങ്ങിലായിരുന്നു. ഇതിന് അതിന്റെ ഇടയിൽ അതിജീവിതയ്ക്ക് നടന്ന ആക്രമണത്തിനെതിരെ എറണാകുളം ദർബാർ ഹാളിൽ ഉള്ള യോഗത്തിൽ എന്റെ കക്ഷി പ്രസംഗിച്ചിട്ടുണ്ട്, അതൊക്കെ പബ്ലിക്കലി അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇതൊന്ന് വാദിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് വെറും OP ടിക്കറ്റും മരുന്നുകളുമാണ്, ഇതിന്റെ അല്ല, കിടന്നതിന്റെ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഈ വാദം ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ശേഷം ആ വാദം പൊളിഞ്ഞു. അതിനുശേഷം കുറെ മാസം കഴിഞ്ഞ് പിന്നെയും ഇതേ റെക്കോർഡ്സ് വെച്ചിട്ട് പ്രോസിക്യൂഷൻ പറയാണ്, ഇയാൾ ഈ കൃത്യം നടത്തിയതിന്റെ ടെൻഷനിലും ആങ്സൈറ്റിയിലും സ്ട്രെസ്സിലും അന്ന് ടെൻഷൻ കുറയ്ക്കാനുള്ള മരുന്നുകൾക്ക് വേണ്ടി സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയതാണ് എന്ന് വാദിച്ചു. ഉടനെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയപ്പോൾ ഇതിനകത്ത് പാരസിറ്റമോളും പനി വരുമ്പോൾ ഉള്ള IV-യും, അതായത് സലൈൻ കുത്തുന്ന ഇഞ്ചക്ഷൻ, ഈ മരുന്നുകളുടെ റെക്കോർഡ്സ് ആണ് ഇതിലുള്ളത്. അതോടെ ആ വാദവും പൊളിഞ്ഞു. ഇതിന് ജഡ്ജ് എഴുതി വെച്ചിരിക്കുന്നത് നോട്ട് ആൻ അയോട്ട ഓഫ് എവിഡൻസ് ഫോർ ദിസ് പ്രോസിക്യൂഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഇതിപ്പോ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന ദിലീപ് അവിടെ അന്ന് കിടന്നിരുന്നു, ഇതിലൊന്നും തെളിവില്ലാണ്ടാക്കാൻ ഞാനിവിടെ ഉണ്ടായില്ലേ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളാണ് മാധ്യമങ്ങൾ നടന്നത്. ആ രീതിയിലായിരുന്നു ഹോസ്പിറ്റലിൽ കിടന്നത് ഫേക്ക് ആയിരുന്നു. അവസാനം ഈ ജഡ്ജ്മെന്റ് ഇങ്ങനെയല്ല വന്നത്, ദിലീപിന് ശിക്ഷിച്ചില്ല, ആയിരക്കണക്കിന് തെളിവുകൾ ഉണ്ടായല്ലോ എന്ന് ഒരാൾ നോക്കുമ്പോൾ ആശുപത്രി കിടന്നതിന്റെ രേഖയുണ്ട്, പൾസറിക്ക് കാശ് കൊടുത്തതിന്റെ രേഖയുണ്ട്, എല്ലാത്തിനും രേഖകളുണ്ടെന്ന് പറഞ്ഞുള്ള മാധ്യമ ചർച്ചകൾ വഴി നമ്മുടെ തലയിലേക്ക് ഒരു 100% ബ്രെയിൻ വാഷിംഗ് നടന്നു. അതിനുശേഷം എത്ര പേര് ജഡ്ജ്മെന്റ് വായിക്കും? ഈ പേരൊന്നും വായിക്കില്ല. ഇത് പ്രോസിക്യൂഷൻ നോസ് ദിസ്, ഇത് അറിഞ്ഞു കളിച്ചതാണ്, ഇത് ജഡ്ജിയെ മോശമാക്കാൻ വേണ്ടി തന്നെ ചെയ്താണോ, ഇത് കോർട്ട് സിസ്റ്റത്തിനെ തന്നെ കരിവാരി തേക്കാൻ വേണ്ടി ചെയ്താണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഈ കേസ് പോയിരിക്കുന്നത്.